2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. മാഗ്ലിൻ ജാക്സന്റെ ദശമുകുളങ്ങൾ എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശന കർമ്മം KJ മാക്സി MLA നിർവഹിച്ചു. മാഗ്ലിൻ ജാക്സൺ എഴുതിയ ദശമുകുളങ്ങൾ എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശന കർമ്മം KJ മാക്സി MLA നിർവഹിച്ചു. ഇങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ വന്നിട്ട് വർഷങ്ങളായിട്ട് എന്റെ ഒരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഇതേപോലെ ഒരു 10 കാറ്റഗറിയിൽ ഒരു ഇത് ചെയ്യണമെന്ന്. ഇതിന്റെ തുടക്കം കുറിച്ചത് കൊച്ചിൻ ചാനലിൽ നിന്നാണ്. അതിൽ ഞാൻ ബ്യൂട്ടി, പാചകം, ക്രാഫ്റ്റ് അങ്ങനെ കുറേ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു 233 എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അതിൽ നിന്നാണ് എനിക്ക് പ്രചോദനം കിട്ടിയത്. ഇങ്ങനെ ബുക്കിൽ ഇതുപോലെ എൻ്റെ വരികൾ അച്ചടിച്ച് വരണം, എൻ്റെ മരണശേഷവും അത് വായിക്കാനും ആൾക്കാർക്ക് കഴിയണം. അങ്ങനെ വലിയ ആഗ്രഹത്തോടെയാണ് ഈ ബുക്കിൽ വന്നത്. അതിന് അവതാരിക എഴുതിയത് മിസ്റ്റർ സലീമാണ്. അദ്ദേഹമാണ് എനിക്ക് അവതാരിക എഴുതി തന്നത്. അതിന് അദ്ദേഹത്തോടെ എനിക്ക് നന്ദിയുണ്ട്. അതേപോലെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും എന്നെ ഇതുപോലെ ചേർത്ത് വെക്കണം, എൻ്റെ എഴുത്തിനെ സ്നേഹിക്കണം. നിങ്ങളാണ് എൻ്റെ എല്ലാ പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളാണ് എനിക്ക് തരുന്നത്. കാരണം നിങ്ങൾ എനിക്ക് എൻ്റെ എഴുത്തിന് തരുന്ന ആ കമന്റും ആ നല്ല നല്ല വാക്കുകളും. ഇപ്പൊ ഇവിടെ മാക്സി സാറും അതുപോലെ ഷീബാഡൂറും അഗസ്റ്റസറും പിന്നെ നമ്മുടെ സേവർജി സാറും അബ്ദുൽ സാർ എല്ലാവരും എന്നെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോ ഞാൻ തന്നെ എനിക്ക് ഇത്ര കഴിവുണ്ടാന്ന് ഞാൻ തന്നെ അഹങ്കരിച്ചു കുറച്ചു നേരം കൊണ്ട്. അപ്പൊ നിങ്ങൾ ഇനിയും ഇതേപോലെ തന്നെ എന്റെ എഴുത്തുകളെ ചേർത്ത് വെച്ച് എനിക്ക് പ്രോത്സാഹനം തരണം. ഇപ്പൊ ഇന്ന് ഈ വേദിയിൽ എനിക്ക് കിട്ടിയത് ഒരു ഓസ്കാർ അവാർഡിന് തുല്യമാണ് നിങ്ങളുടെ വാക്കുകൾ എനിക്ക് കിട്ടിയത്. കൊച്ചി പ്രസ് ക്ലബ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കൗൺസിലർ ഷീബാഡൂറും പുസ്തകത്തിന്റെ കവർ ഏറ്റുവാങ്ങി. എന്നൊരു കവർ പ്രകാശനം, അതൊരു വീട്ടമ്മ എന്നതിനുപരി തോക്കുംപടി നല്ലൊരു പാർലർ നടത്തിയിരുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോഴും ആ മക്കളെയെല്ലാം സ്വയം തൊഴിലെടുത്ത് വളർത്തുകയും അതിനോടൊപ്പം തന്നെ ഉള്ളിലുള്ള കല പ്രോത്സാഹിപ്പിച്ച് സ്വയം തന്നെ അത് വളർത്തിയെടുത്ത ഒരു വ്യക്തിത്വമാണ്. എനിക്ക് മുന്നേ സംസാരിച്ച മഹത് വ്യക്തിത്വങ്ങൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പാചകകലയായാലും യാത്രാ വിവരണമായാലും അതിനുപരി സൗന്ദര്യ ആ ഒരു പാർലറിൽ തന്നെ വ്യത്യസ്തമായ രീതികളിൽ പുതിയ രീതികളിൽ സൗന്ദര്യവർദ്ധകത്തിനുള്ള മുൻ കൗൺസിലർ അഗസ്റ്റസറിൽ H. അബ്ദുൽ ജബ്ബാർ, എഴുത്തുകാരായ ജയസേവ്യർ, അബ്ദുള്ള മട്ടാഞ്ചേരി, M. സലീം എന്നിവർ പ്രസംഗിച്ചു. മാഗ്ലിന്റെ ഈ പുസ്തകത്തിന് വളരെ ഏറെ പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ കാണാത്ത സാഹിത്യ ലോകത്തോ എഴുത്തിന്റെ മേലോ കാണാത്ത ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. സാധാരണ നമ്മൾ ഒരു പുസ്തകം വായിക്കാൻ ചിലപ്പോൾ നോവലാകാം, കഥയാകാം, കവിതയാകാം, അപ്രകാരമാകാം. പക്ഷെ ഇവിടെ എഴുത്തിന്റെ മേഖലയിലെ 10 ഘട്ടങ്ങൾ ഒന്നിച്ചു ചേർത്തേക്കാണ്. കഥയുണ്ട്, കവിതയുണ്ട്, ഉപന്യാസമുണ്ട്, ചിന്തകളുണ്ട്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.